പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായി കടന്നു പോകുമ്പോൾ ഒരു ദീനം പിടിച്ച, ചന്ദ്രരോഗം പിടിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വരും. ശിഷ്യന്മാർക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിയാതെ പോകും. യേശു അവരെ സൗഖ്യമാക്കും. യേശു ആ കുഞ്ഞിനെ സൗഖ്യമാക്കും. അത് കഴിയുമ്പോൾ യേശുവിനോട് തന്റെ ദാസന്മാർ ചോദിക്കും, ഗുരു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിയാതെ പോയത്? യേശു കർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുകയാണ്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി നിങ്ങളെ വിട്ടു മാറുകയില്ല. ദൈവമക്കളെ, യേശു കർത്താവ് ഏറ്റവും അധികം നമ്മളെ ഉയർത്തിക്കാട്ടുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ജീവിതത്തിൽ പ്രാർത്ഥന ഏറ്റവും അധികം വേണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാനൊരു ഉപമയിൽ കൂടെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു കപ്പലിലെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കുപ്പി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് വെള്ളമുണ്ട്, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടോപ്പണ് ഊരിയിട്ട് നമ്മൾ ആ വെള്ളം കപ്പലിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഈ ബോട്ടൽ വെള്ളത്തിൽ വീണു. ക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കാര്യം കാണാൻ പറ്റും. തിരയടിച്ച് ഇതിനകത്ത് വെള്ളം കയറി ഈ കുപ്പി നമുക്ക് കാണാൻ പറ്റാതെ മുങ്ങിപ്പോകും. പിന്നെ അതിനെ കാണാനേ പറ്റത്തില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഈ ടോപ്പൺ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ഇത് കയ്യിൽ നിന്ന് മിസ്സായെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ ടോപ്പൺ പൊങ്ങിക്കിടക്കുന്നത് കാണാം. വെള്ളത്തിൽ ഒരിക്കലും മുങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ഈ ടോപ്പണ് അധികം വില കൊടുക്കാറില്ല. നമ്മൾ പലപ്പോഴും ഈ ടോപ്പൺ അധികം വില കൊടുക്കാറില്ല. പക്ഷേ ഈ കുപ്പിയുടെ ഏറ്റവും അധികം വിലപ്പെട്ടത് ഈ ടോപ്പണാണ്. ഏറ്റവും അധികം വിലപ്പെട്ടത് ഈ ടോപ്പണാണ്. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു മർമ്മം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കടല് നമ്മളെ കാണിച്ചു തരുന്നത് എന്താണ്? തിര ഒരിക്കലും അടങ്ങില്ല. തിര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒന്ന് മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഒരിക്കലും ഒതുങ്ങത്തില്ല. ഒന്ന് മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ക്ഷണിക്കാത്ത ഒരു ഗസ്റ്റ് പോലെ അത് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. എന്നാൽ ഇതിന്റെ നടുവിൽ നമുക്ക് നിലനിൽക്കാൻ നമ്മുടെ പണം കൊണ്ട് പറ്റത്തില്ല. പലപ്പോഴും നമ്മൾക്കുള്ള പ്രസക്തി കൊണ്ട് പറ്റത്തില്ല. നമുക്കുള്ള സ്ഥാനമാനം കൊണ്ട് പറ്റത്തില്ല. നമുക്കുള്ള കഴിവ് കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ടാലന്റുകളുണ്ടോ അതൊന്നും നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളുടെ മേൽ നിലനിൽക്കാൻ നമുക്ക് പറ്റാറില്ല. നമുക്ക് ബൈബിളിൽ തന്നെ എത്രയോ ഇടത്ത് നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. രോഗം, ദീനം ബാധിച്ച് ഒരു ശതാധിപൻ തന്റെ കുഞ്ഞിനെ, ശതാധിപനാണ് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള മനുഷ്യൻ, ദീനം ബാധിച്ച് തന്റെ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരും. തനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പണമുണ്ട്, പവറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും അതുകൊണ്ട് നടക്കുന്നില്ല. യേശുവിന്റെ അടുക്കൽ വന്ന് റിക്വസ്റ്റ് ചെയ്യും. എന്താണത് കാണിക്കുന്നത്? പ്രാർത്ഥന. ശതാധിപൻ വന്ന് പ്രാർത്ഥിക്കുക യേശുവിനോട്, ഗുരുവേ, എൻ്റെ മോളോട് ഒരു മനസ്സലിവ് ഉണ്ടാകണം. അവൾ ദീനം പിടിച്ചു കിടക്കുക. അവൾക്ക് വേണ്ടി ദൈവമേ നീ സൗഖ്യം അയക്കണം. സ്തോത്രം. യേശു കർത്താവ് അവിടെ സൗഖ്യം അയക്കും. നോക്കിയേ, പവർ കൊണ്ട് പറ്റാത്തത്, പണം കൊണ്ട് പറ്റാത്തത്, കഴിവ് കൊണ്ട് പറ്റാത്തത് പ്രാർത്ഥന കൊണ്ട് നേടി. പ്രാർത്ഥന കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ, ഈ ബോട്ടൽ നമ്മളാണ്. ഈ ടോപ്പണ് പ്രാർത്ഥനയാണ്. ദൈവമക്കളെ,
ഈ ടോപ്പൺ പ്രാർത്ഥനയാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്. എന്നാൽ ഇതിനാണ് നമ്മൾ പലപ്പോഴും വില കൊടുക്കാത്തത്. ഈ ടോപ്പൺ നമ്മൾ പലപ്പോഴും വില കൊടുക്കാറില്ല. നമ്മൾ ഇതിനെ ഭയങ്കരമായി സൂക്ഷിക്കാറുണ്ട്, ഇതിന് നമ്മൾ വില കൊടുക്കാറില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് നമ്മൾ വില കൊടുത്താൽ, ഇത് നമ്മളുടെ മേൽ ഇരിക്കുകയാണെങ്കിൽ, ഇത് നമ്മളുടെ ഹെഡായിട്ടിരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥന നമ്മുടെ ഹെഡായിട്ടിരിക്കുകയാണെങ്കിൽ, ക്രിസ്തു നമ്മളിൽ ഉണ്ടാകും. സ്തോത്രം. നമ്മൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാവോ? ഈ ടോപ്പൺ ഇപ്പോൾ വെള്ളത്തിൽ വീണു, ഈ ടോപ്പൺ മുറുകി ആണ് ഈ വെള്ളത്തിൽ വീണത്, ഈ കടലിൽ വീണത്. എന്താ സംഭവിക്കുന്നത്? നമ്മൾ നോക്കിക്കേ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എത്രയധികം തിരയടിച്ചിട്ടും ഇത് മുങ്ങിപ്പോകുന്നില്ല. രോഗം വന്ന തിരയടിച്ചു, കടബാധ്യത വന്ന തിരയടിച്ചു. സ്തോത്രം. അങ്ങനെ ഭൂമിയിൽ ഉണ്ടാകാവുന്ന എല്ലാ പരിശ്രമങ്ങളും ഇതിന്റെ മേൽ നടന്നു. പക്ഷേ ഇത് മുങ്ങിപ്പോകുന്നില്ല, ഇത് പൊങ്ങിക്കിടക്കുക. ഒരു തിരയടിച്ച് താഴെ പോയത് വീണ്ടും വന്ന് പൊങ്ങിക്കിടക്കുക. എന്താണ്? നമ്മളാകുന്ന വ്യക്തിയുടെ മേൽ യേശുവിനോടുള്ള പ്രാർത്ഥന നമ്മുടെ സ്ട്രോങ് ആണെങ്കിൽ, എത്ര വലിയ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടാലും നിങ്ങൾ പൊങ്ങിക്കിടക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. അതേസമയം നിങ്ങൾക്ക് പ്രാർത്ഥനയില്ല എന്നിരിക്കുക, നിങ്ങൾക്ക് പ്രാർത്ഥനയില്ല, പക്ഷെ നിങ്ങൾക്ക് പണമുണ്ട്, നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് പവറുണ്ട്, എല്ലാമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും എത്ര വലിയ ഉയർന്ന നിലവാരത്തിലുള്ളവരാണ്, എല്ലാം തൻ്റെ പക്കലുണ്ട്. പക്ഷേ ഒരു ചെറിയ കാര്യം നേരിട്ടപ്പോൾ അവർ മുങ്ങിപ്പോയി. ആ തിരയടിച്ചപ്പോൾ തന്നെ അവർ മുങ്ങിപ്പോയി. ഇപ്പൊ അവരെ കാണാനേ ഇല്ല, അവരെ കാണാൻ പോലും കിട്ടുന്നില്ല. ഞാനൊന്ന് പറയട്ടെ, പലതും ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മളെ ഒരു കാര്യം വിളിച്ചറിയിക്കുക: പ്രാർത്ഥന. 2026 നമുക്കൊരു തീരുമാനം എടുക്കാവോ? ഞാൻ കഴിഞ്ഞ നാളുകളെക്കാൾ കുറെ കൂടെ ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ഇത് നമ്മുടെ വെപ്പണാണ്. എല്ലാ തിരമാലകളെയും ജയിക്കുന്ന ഒരു വെപ്പണാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.